ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ആര്യ. അപ്പോൾ ഇന്ന് ഞാനൊരു ഈ വീഡിയോ ആയിട്ട് വന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഭയങ്കര സന്തോഷമാണ്. ആ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഫെബ്രുവരി 10-ാം തീയതിയാണ് തുടങ്ങിയത്. ഇപ്പം മെയ് ആയി. അപ്പോൾ മാർച്ച് ഏപ്രിൽ ഓക്കെ 3 മാസം ആവുന്നു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യം വീഡിയോ ഇടുന്നതൊക്കെ കുറവായിരുന്നു, വലിയ വീഡിയോസ് ഒന്നും ഇടില്ല. എന്ത് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്ത കാരണം ഞാനൊന്നും അങ്ങനെ വീഡിയോ ഇടില്ലായിരുന്നു. പിന്നെയാണ് ഞാൻ ഫുഡൊക്കെ കഴിക്കാൻ പോകുന്നുണ്ടല്ലോ ഇടയ്ക്ക്, അപ്പോൾ ഫുഡിൻ്റെ വീഡിയോ ഇടാം, പിന്നെ അങ്ങനെ എന്തെങ്കിലും വ്ളോഗൊക്കെ ചെയ്യാം എന്നൊക്കെയുള്ള പ്ലാനായിരുന്നു. ആരുമില്ലല്ലോ, സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അപ്പം ജസ്റ്റ് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ള പ്ലാനിലാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പം ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല വ്യൂസും കാര്യങ്ങളൊക്കെ വരും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞാൻ ആദ്യം ഇട്ട ഷോട്ടിന് തന്നെ എനിക്ക് തോന്നുന്നു 423 വ്യൂസായി. വലുതല്ല, എന്നാലും എനിക്ക് അത്രയും കണ്ടപ്പോൾ തന്നെ വലിയ സന്തോഷമായി കേട്ടോ. അതിനുശേഷം ഞാൻ പിന്നെ കുറേ ഫുഡിൻ്റെ ഇതൊക്കെ ഇട്ടു. 5.1K 6K അങ്ങനെയൊക്കെ വ്യൂസൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് മാത്രമല്ല, ഞാൻ പറയാൻ വന്ന മെയിൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് 74 സബ്സ്ക്രൈബേഴ്സായി. 74 എന്ന് പറയുമ്പം ആദ്യം ഞാൻ ഓർത്ത് എന്തായാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ലല്ലോ. അപ്പം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാമെന്നൊക്കെയാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട, ഇതൊന്നും ചിലപ്പോൾ പകുതി വയസ്സ് നിന്ന് പോയാലോ, ഫ്രണ്ട്സിന് ഷെയർ ചെയ്തിട്ട് കാര്യമില്ല, എല്ലാവരും കളിയാക്കില്ലേ. അതുകൊണ്ട് ഞാൻ ആർക്കും ഷെയർ ഒന്നും ചെയ്യാത്തതാണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ഈ 74 സബ്സ്ക്രൈബേഴ്സിനെയും എനിക്ക് ആരെന്ന് അറിയാത്തവരാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം തന്നെ കേട്ടോ. അപ്പം ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും പോകുമായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ എനിക്കൊരാഗ്രഹമുണ്ട്, ഈ 74 പേരും ഇത് ആരൊക്കെയാണ് എന്ന് എനിക്ക് അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ജസ്റ്റ് അവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ എൻ്റെ ഈ വീഡിയോ അവർ കാണുമോ, എല്ലാ വീഡിയോസും കാണാനുള്ള ഇനേബിൾ ബട്ടണൊക്കെ അവർ അമർത്തിയിട്ടുണ്ടോ, മറ്റേ ബെല്ലൈക്കണൊക്കെ അവർ അമർത്തിയിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇൻ കേസ് അവർ കാണുവാണെങ്കിൽ ആരൊക്കെയാണെന്ന് അറിയാൻ എനിക്കൊരാഗ്രഹമുണ്ട്. എവിടെ നിന്നാണ് അവർ കാണുന്നത്, ആരൊക്കെയാണ്, എൻ്റെ വീഡിയോസൊക്കെ എവിടെ എത്തുന്നുണ്ട്. ഞാൻ വേറൊന്നും ചെയ്തില്ല, കുറച്ച് ഫുഡിൻ്റെ കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എവിടെ നിന്നാണ് അവർ കാണുന്നതെന്നൊക്കെ എനിക്ക് അറിയാനൊക്കെ ഒരു ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ പറ്റുമെങ്കിൽ എനിക്ക് അത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ എനിക്ക് അതിനെക്കാട്ടിയും കുറച്ച് സന്തോഷം കൂടുതൽ കിട്ടുമായിരിക്കും. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും എനിക്ക് അറിഞ്ഞില്ല. ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി യൂട്യൂബിൽ വലിയ സാധ്യതകളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ കാണുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നത്. എത്ര നാൾ മുന്നോട്ട് പോകുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും നമുക്ക് നോക്കാം. എന്തായാലും ഇത്രയും വ്യൂസും 74 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയില്ലേ. അപ്പോൾ ഇനി ഓരോ വീഡിയോ കഴിയുമ്പോഴും എത്ര സബ്സ്ക്രൈബേഴ്സായി എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയാവേ. അത് എനിക്ക് സന്തോഷമുള്ള കാര്യം, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് പറയാനായിട്ട് ഞാൻ വന്നത്. ഓക്കെ. അപ്പോൾ ഇനി എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടൊക്കെ അറിയിക്കണം എന്നൊക്കെ പല യൂട്യൂബേഴ്സും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞെനിക്കും കുറച്ച് സന്തോഷമാകും. അവരൊക്കെ ചേച്ചി അങ്ങനെ ചെയ്യുമോ, ചേച്ചി ഇങ്ങനെ ചെയ്യുമോ, അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കമൻറ്റൊക്കെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ എൻ്റെ അടുത്തും ആർക്കെങ്കിലുമൊക്കെ പറയാൻ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. എനിക്ക് സന്തോഷമായിരിക്കും കേട്ടോ. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സി യു.